എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സർ ആർതർ കോനൻ ഡോയലിൻ്റെ ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയാണ്. സർ ആർതർ കോനൻ ഡോയൽ ഷെർലക് ഹോംസിൻ്റെ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഷെർലക് ഹോംസ് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം സർ ആർതർ കോനൻ ഡോയലിനെ പറ്റി പറയാം. 1859 മെയ് 22 ബ്രിട്ടനിലെ എഡിൻബറോയിൽ ജനിച്ചു. സ്റ്റോണി ഹേഴ്സ്റ്റിലും എഡിൻബറോ സർവകലാശാലയിലുമായി പഠനം. മെഡിക്കൽ ബിരുദം നേടിയ ശേഷം 8 വർഷക്കാലം 1882-1890 പ്രാക്ടീസ് ചെയ്തു. ദ വൈറ്റ് കമ്പനി തുടങ്ങി പല പ്രസിദ്ധ ചരിത്ര നോവലുകളും ശ്രദ്ധേയങ്ങളായ ശാസ്ത്ര നോവലുകളും രചിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ വിശ്വവിഖ്യാതനാക്കിയത് 1887 തൊട്ട് രചിച്ച ഷെർലക് ഹോംസ് കഥകളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പരിശ്രമശീലത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സാഹിത്യത്തിൽ മാത്രമല്ല അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. നേവിയുടെ ലൈഫ് ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ്. ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ് ഫുട്ബോൾ ടീമുകളിൽ പ്രമുഖ അംഗമായിരുന്നു. 1911 നടന്ന പ്രിൻസ് ഹെൻറി മോട്ടോർ ഓട്ട മത്സരത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് ടീമിലുണ്ടായിരുന്നു. ഒന്നാന്തരം ഗുസ്തിക്കാരനും ബില്ലിയാർഡ്സ് കളിക്കാരനുമായിരുന്നു ഡോയൽ. 1930 ജൂലൈ 7 നിര്യാതനായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ കേസ് ഡയറി എന്ന ബുക്കിൽ ഒരു ഷെർലക് ഹോംസ് കഥയാണ് ഇവിടെ പറയുന്നത്. തോർ പാലത്തിലെ മരണം. ചാരിങ് ക്രോസിൽ കോക്സ് ആൻഡ് കമ്പനിയുടെ ബാങ്കിൻ്റെ മേൽക്കൂരയിലെങ്ങോ ജോൺ എച്ച് വാട്സൺ MD മുൻ ഇന്ത്യൻ ആർമി എന്ന് ഡോക്ടർ വാട്സൻ്റെ പേര് മൂടിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പഴയ തകരപ്പെട്ടിയുണ്ട്. അത് മിസ്റ്റർ ഷെർലക് ഹോംസിന് പലപ്പോഴായി പരിശോധിക്കേണ്ടി വന്നിരുന്നു. അതിൽ പലതും ഉത്തരം കിട്ടാത്തവയും ചിലത് രസമുള്ളവയുമായിരുന്നു. എന്നാൽ ഇതിൽ ഡോക്ടർ വാട്സൻ്റെ തന്നെ അനുഭവത്തിൻ്റെ ഭാഗമായ ഒരു കേസുണ്ട്. ഒക്ടോബറിലെ ഒരു മെരുങ്ങാത്ത പ്രഭാതം. ഞങ്ങളുടെ വീടിൻ്റെ പിൻമുറ്റത്തുള്ള വൃക്ഷത്തിലെ അവസാനത്തെ ഇലകൾ എങ്ങനെയാണ് ചുഴറ്റിയെറിയപ്പെടുന്നതെന്ന് വസ്ത്രം ധരിക്കുന്നതിനിടയ്ക്ക് ഞാൻ നിരീക്ഷിച്ചു. എൻ്റെ സ്നേഹിതൻ നിരുന്മേഷനായി കാണുമെന്ന് കരുതി ഞാൻ പ്രാതൽ കഴിക്കാൻ ചെന്നു. എല്ലാവിധ കലാകാരന്മാരെയും പോലെ അദ്ദേഹം ചുറ്റുപാടിനാൽ വേഗം സ്വാധീനിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം നല്ല മൂഡിലായിരുന്നുവെന്ന് മാത്രമല്ല, അത്തരം ഘട്ടങ്ങളിൽ തനിക്ക് പ്രത്യേകമായുള്ള ആഹ്ലാദത്തിമർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാതൽ കഴിയാറായിരുന്നു. പുതിയ കേസ് വല്ലതുമുണ്ടോ ഹോംസ്? ഞാൻ ചോദിച്ചു. ലക്ഷണം കണ്ട് കാര്യം ഊഹിക്കാനുള്ള കഴിവ് പകരുന്നതാണെന്ന് തീർച്ച, അദ്ദേഹം പറഞ്ഞു. അതെൻ്റെ രഹസ്യം അന്വേഷിക്കാൻ താങ്കളെ പ്രാപ്തനാക്കിയിരിക്കുന്നു. അതെ, എനിക്കൊരു കേസുണ്ട്. 1 മാസത്തെ നിശ്ചലതയ്ക്കും നിഷ്ക്രിയത്വത്തിനും ശേഷം ഒരിക്കൽ കൂടി ചക്രം ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാനും പങ്കുചേരണോ? പങ്കുചേരാൻ മാത്രമൊന്നുമില്ല, പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ പുതിയ അടുക്കളക്കാരൻ സൗമനസ്യത്തോടെ പുഴുങ്ങിത്തന്ന മുട്ട 2 അകത്താക്കിയിട്ടാവാം. ഇന്നലെ ഹാളിലെ മേശപ്പുറത്ത് കണ്ട ഫാമിലി ഹെറാൾഡുമായി അവയുടെ പാചകത്തിൽ ബന്ധം കണ്ടേക്കും. മുട്ട പുഴുങ്ങുക പോലുള്ള നിസ്സാര കാര്യങ്ങൾ പോലും സമയം കളയുന്ന തരത്തിൽ ശ്രദ്ധ പിടിച്ചെടുക്കുന്നു. അതാണെങ്കിൽ ആ മനോഹരമായ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രേമകഥയുമായി ഒത്തുപോകാത്തതുമാണ്. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അഭിമുഖമായിരുന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കത്ത് വലിച്ചെടുത്തു. സ്വർണ്ണരാജാവ് നീൽ ഗിബ്സനെ പറ്റി താങ്കൾ കേട്ടിരിക്കുമല്ലോ, അദ്ദേഹം ചോദിച്ചു. ആ അമേരിക്കൻ സെനറ്ററെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അയാൾ ഒരിക്കൽ ഏതോ പടിഞ്ഞാറൻ സ്റ്റേറ്റിൻ്റെ സെനറ്ററായിരുന്നു. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനനക്കാരൻ പ്രഭു എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എനിക്ക് അയാളെക്കുറിച്ച് അറിയാം. അയാൾ ഇംഗ്ലണ്ടിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അയാളുടെ പേർ സുപരിചിതമാണ്. ശരിയാണ്, അയാൾ ഹാംഷെയറിൽ 5 വർഷം മുമ്പ് വലിയൊരു എസ്റ്റേറ്റ് വാങ്ങി. അയാളുടെ ഭാര്യയുടെ ദുരന്തത്തെപ്പറ്റി താങ്കൾ പക്ഷെ കേട്ട് കാണും. തീർച്ചയായും ഞാനത് ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ആ പേര് പരിചിതമായത്. പക്ഷേ എനിക്കതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഒരു കസേരയിലിരുന്ന കടലാസുകൾക്കായി ഹോംസ് കൈനീട്ടി. ഈ കേസ് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അതിൻ്റെ കുറിപ്പുകൾ തയ്യാറാക്കി വെക്കുമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. വളരെ പ്രക്ഷുബ്ധമായ പ്രശ്നമാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുന്നില്ല എന്നതാണ് സത്യം. പ്രതിയുടെ രസകരമായ വ്യക്തിത്വം തെളിവിൻ്റെ വ്യക്തതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നില്ല. പോലീസ് കോടതിയുടെ നടപടികളിലും അപമൃത്യു വിചാരണ വിധിയിലും കാണുന്ന അഭിപ്രായം അതാണ്.
ഇപ്പോഴത് വിഞ്ചസ്റ്ററിലെ കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു ശല്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വസ്തുതകൾ കണ്ടുപിടിക്കാം, പക്ഷെ അവ മാറ്റാൻ എനിക്ക് സാധ്യമല്ല. തികച്ചും അപ്രതീക്ഷിതവും അഭിനവമായ ചിലത് കണ്ടുകിട്ടിയില്ലെങ്കിൽ നമ്മുടെ കക്ഷിക്ക് വല്ലതും ആശിക്കാനാവുമോ എന്ന് സംശയമാണ്. നമ്മുടെ കക്ഷി? ഓ, ഞാനത് പറയാൻ മറന്നു. താങ്കളോട് പറഞ്ഞില്ലല്ലോ. കഥ പുറകോട്ട് പറയുന്ന താങ്കളുടെ രീതി ഞാനും സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യം ഇതൊന്ന് വായിക്കൂ. അദ്ദേഹം എന്നെ ഏൽപ്പിച്ച നല്ല കൈയക്ഷരത്തിലുള്ള ആ കത്ത് ഇപ്രകാരമായിരുന്നു: ചാർലിറ്റ്സ് ഹോട്ടൽ, ഒക്ടോബർ 3. പ്രിയ മിസ്റ്റർ ഷെർലക് ഹോംസ്, ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും നല്ല സ്ത്രീയെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കാതെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നത് എനിക്ക് അചിന്ത്യമാണ്. എനിക്ക് വിശദീകരിക്കുക വയ്യ. എനിക്ക് അവ വിശദീകരിക്കാനുള്ള ശ്രമം പോലെ അസാധ്യമാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ്, മിസ് ഡൺബാർ നിരപരാധിയാകുന്നു. താങ്കൾക്ക് എല്ലാ വസ്തുതകളും അറിയാമല്ലോ. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ രാജ്യത്ത് പരന്നിട്ടുള്ള കിംവദന്തി അതുതന്നെയാണല്ലോ. അവൾക്ക് വേണ്ടി ആരും മിണ്ടുന്നില്ല. അതിൽ അഭിശബ്ദമായ അനീതിയാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഒരു പറവയെപ്പോലും കൊല്ലാൻ സമ്മതിക്കാത്ത മനസ്സാണ് ആ സ്ത്രീയുടേത്. ഞാൻ നാളെ 11 മണിക്ക് വരാം. ഇരുട്ടിൽ വല്ലതും ഒരു പ്രകാശരശ്മി കാണുമോ എന്ന് താങ്കൾക്ക് നോക്കാമല്ലോ. ചിലപ്പോൾ എൻ്റെ പക്കൽ തെളിവുണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണെന്നും വരാം. എന്തായാലും ഞാൻ അറിയുന്നതും എനിക്കുള്ളതുമൊക്കെ അവളെ രക്ഷിക്കാനായി താങ്കൾക്ക് ഉപയോഗിക്കാം. അലൗകിക സിദ്ധി വല്ലതുമുണ്ടെങ്കിൽ അതും ഈ കേസിൽ പ്രയോഗിക്കുക എന്ന് താങ്കളുടെ വിശ്വസ്തൻ ജെ. നീൽ ഗിബ്സൺ. ആ മനുഷ്യനെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഷെർലക് ഹോംസ് പൈപ്പിലെ ചാരം തട്ടിക്കളഞ്ഞ് വേറെ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഈ കടലാസുകൾ നോക്കി കേസിലെ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ താങ്കൾക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള നടപടികളിൽ താങ്കൾക്ക് താല്പര്യമുണ്ടാകാൻ വേണ്ടി ഞാനത് ചുരുക്കി പറയാം. ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ഭയങ്കരനും ഹിംസാത്മകനുമാണ്. ഈ ദുരന്തപാത്രമായ അയാളുടെ ഭാര്യയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അവളുടെ നിറഞ്ഞ യൗവനം കഴിഞ്ഞിരുന്നു എന്നും സുന്ദരിയായ ഒരു ഗൃഹാധ്യാപിക ചെറിയ 2 കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു എന്നു മാത്രം അറിയാം. അപ്പോൾ ഈ 3 പേരാണ് ബന്ധപ്പെട്ട വ്യക്തികൾ. രംഗം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇംഗ്ലീഷ് എസ്റ്റേറ്റിൻ്റെ നടുവിലെ പഴയ അഭിജാത ഗൃഹവും. ഇനി ദുരന്തത്തെപ്പറ്റി. ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഏകദേശം 1/2 മൈൽ അകലെ പറമ്പിൽ തലയ്ക്ക് വെടിയേറ്റ് കിടക്കുന്ന നിലയിൽ രാത്രി ഏറെ ചെന്നിട്ട് കാണപ്പെട്ടു. അത്താഴവേഷവും തോളിൽ ഒരു ഷാളും ഉണ്ടായിരുന്നു. അടുത്തെങ്ങും ആയുധമില്ല. കൊലയ്ക്ക് അവിടെ നിന്നും മറ്റ് തെളിവുകളും കിട്ടാനില്ലായിരുന്നു. അവളുടെ അടുത്തെങ്ങും ആയുധമില്ലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറ്റം നടന്നത് കുറേ രാത്രി ചെന്നിട്ടാവണം. വേട്ടമൃഗങ്ങളെ സൂക്ഷിക്കുന്ന ഒരുത്തനാണ് രാത്രി 11 മണിക്ക് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലേക്ക് എടുക്കും മുമ്പ് തന്നെ അത് പോലീസും ഡോക്ടറും പരിശോധിച്ചു. ഞാൻ വല്ലാതെ ചുരുക്കിയോ? താങ്കൾക്ക് പിടികിട്ടുന്നില്ലേ? ഇത് വളരെ വ്യക്തമാണ്. ഗൃഹാധ്യാപികയെ സംശയിക്കുന്ന എന്തിനാണെന്ന് പിടികിട്ടിയില്ല. അതിന് പ്രത്യക്ഷമായും ചില തെളിവുകളുണ്ട്. അവളുടെ വാർഡ് റോബിൻ്റെ തറയിൽ നിന്ന് ഒരു കൈത്തോക്ക് കിട്ടി. അത് ഒരു വെടി പൊട്ടിയതും ഈ ബുള്ളറ്റിന് പാകത്തിനുള്ളതും ആയിരുന്നു. അദ്ദേഹം കണ്ണുകൾ കേന്ദ്രീകരിച്ച് മുറിഞ്ഞ വാക്കുകളിൽ ആവർത്തിച്ചു. അവളുടെ വാർഡ്രോബിൻ്റെ തറയിൽ. അനന്തരം ഏതോ ചിന്തകളിൽ മുഴുകി അദ്ദേഹം നിശബ്ദനായി. വീണ്ടും ജാഗ്രത പ്രാപിച്ച് ഹോംസ് ചുരുക്ക് ഉള്ളവനായി തീർന്നു. അതേ വാട്സൺ, അങ്ങനെ കണ്ടു. സുന്ദരിയായ ഒരു കൊലപാതകി. എന്താ? 2 ജൂറിയും അങ്ങനെ കരുതി. മരിച്ച സ്ത്രീയും ഗൃഹാധ്യാപികയും തമ്മിൽ അതേ സ്ഥലത്ത് ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നതിൻ്റെ കുറിപ്പും കിട്ടി. അപ്പോൾ സംഭവം സ്വദേശമാണ്. സെനറ്റർ ഗിബ്സണ് ആകർഷക വ്യക്തിത്വമുണ്ട്. അയാളുടെ ഭാര്യ മരിച്ചാൽ സ്വാഭാവികമായും അവളുടെ സ്ഥാനത്തെത്തുക എല്ലാ തരത്തിലും തൻ്റെ മുതലാളിയുടെ ശ്രദ്ധാപാത്രമായ ഈ യുവതിയാണ്. പ്രേമം, ഭാഗ്യം, അധികാരം എല്ലാം ഒരു മധ്യപ്രായമായ ജീവിതത്തെ ആശ്രയിച്ചിരിക്കുന്നു. കഷ്ടം വാട്സൺ, വളരെ കഷ്ടം തന്നെ. അതെ ഹോംസ്, കഷ്ടം തന്നെ. അവൾ ആ സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് തോർ പാലത്തിന് സമീപം. ദുരന്തത്തിൻ്റെ രംഗഭൂമി അതായിരുന്നു. ഏതാണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിലെ കടന്നുപോയ ഏതോ ഗ്രാമീണൻ അവളെ കണ്ടതുകൊണ്ട് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് തീർച്ചയാണെന്ന് തോന്നുന്നല്ലോ. എങ്കിലും സംശയിക്കണം വാട്സൺ. നദിയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് വീതിയുള്ള ഒറ്റക്കല്ല് വെച്ചുണ്ടാക്കിയ പാലമാണത്. തോർമിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുവശവും നടപ്പാതയുണ്ട്. ഈ പാലത്തിനടുത്താണ് മൃതദേഹം കടന്നത്. ഇതൊക്കെയാണ് വസ്തുതകൾ. ഇതാ നമ്മുടെ കക്ഷി പറഞ്ഞതിലും നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ബില്ലി വാതിൽ തുറന്നു നോക്കിയിട്ട് മിസ്റ്റർ മാർലോ ബേറ്റ്സ് വന്നതായി പറഞ്ഞു. ആ പേർ ഞങ്ങൾ 2 പേർക്കും അപരിചിതമായിരുന്നു. മെല്ലിച്ച ഒരു മനുഷ്യക്കോലമായിരുന്നു അയാൾ.
ഭയവിഹ്വലമായ കണ്ണുകൾ, മടിച്ചുള്ള പെരുമാറ്റം. ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നു. താങ്കൾ അസ്വസ്ഥനാണെന്ന് തോന്നുമല്ലോ ബേറ്റ്സ്, ഹോംസ് പറഞ്ഞു. ഇരിക്കൂ, നമുക്ക് സംസാരിക്കാൻ അധിക സമയം കിട്ടില്ല. എനിക്ക് 11 മണിക്ക് ഒരാളെ കാണാനുണ്ട്. അതെനിക്കറിയാം. ശ്വാസതടസ്സമുള്ള ഒരാളെപ്പോലെ ബേറ്റ്സ് ചെറിയ വാക്യങ്ങളിൽ മുറിച്ചു പറഞ്ഞു. മിസ്റ്റർ ഗിബ്സൺ വരുന്നുണ്ട്. മിസ്റ്റർ ഗിബ്സൺ എൻ്റെ മുതലാളിയാണ്. അയാളുടെ എസ്റ്റേറ്റിൻ്റെ മാനേജരാണ് ഞാൻ. അയാൾ ഒരു വില്ലനാണ് മിസ്റ്റർ ഹോംസ്, കൊടിയ വില്ലൻ. ഇത് ഭയങ്കരമാണല്ലോ മിസ്റ്റർ ബേറ്റ്സ്. എനിക്ക് തെളിച്ച് പറയാതെ നിവൃത്തിയില്ല മിസ്റ്റർ ഹോംസ്. സമയം കുറച്ചല്ലേ ഉള്ളൂ. എന്നെ അയാൾ ഇവിടെ കാണാനിടയാകരുത്. അയാൾ വരാറായിട്ടുണ്ട്. എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ല. അയാളുടെ സെക്രട്ടറി മിസ്റ്റർ ഫർഗൂസൺ ഇന്ന് രാവിലെയാണ് ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞത്. നിങ്ങൾ അയാളുടെ മാനേജറാണോ? അതെ, ഞാൻ അയാൾക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. 1-2 ആഴ്ചയ്ക്കകം അയാളുടെ കീഴിലെ ശപിക്കപ്പെട്ട അടിമത്വം ഞാൻ വലിച്ചെറിയും. അയാൾ ഒരു കഠിനഹൃദയനാണ് മിസ്റ്റർ ഹോംസ്. അയാളുടെ ദാനധർമ്മ പ്രകടനങ്ങൾ അകമേയുള്ള അനീതിയെ മറച്ചുവെക്കാനാണ്. ഭാര്യയായിരുന്നു അയാളുടെ ഒന്നാമത്തെ ഇര. അവരോട് തികച്ചും മൃഗീയമായാണ് അയാൾ പ്രവർത്തിച്ചത്. അവർ മരിച്ചതെങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ജീവിതം അയാൾ ഒരു ദുരിതമാക്കി മാറ്റിയിരുന്നു. ഉഷ്ണമേഖലാ രാജ്യമായ ബ്രസീലായിരുന്നു അവരുടെ രാജ്യം. താങ്കൾക്കതറിയാമായിരിക്കും. ഇല്ല, ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല. ജനനം കൊണ്ട് മാത്രമല്ല, സ്വഭാവം കൊണ്ട് ഉഷ്ണമേഖലക്കാരി. സൂര്യൻ്റെയും വികാരത്തിൻ്റെയും പുത്രി. ഒരു സ്ത്രീക്ക് സ്നേഹിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അവരയാളെ സ്നേഹിച്ചു. പക്ഷെ അവരുടെ സൗന്ദര്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ അവർ അതിസുന്ദരിയായിരുന്നു എന്ന് ഞാൻ കേട്ടു. അയാളുടെ താല്പര്യം കുറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അവരെ ഇഷ്ടമായിരുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ വെറുപ്പും തോന്നി. പക്ഷേ അയാൾ കൗശലക്കാരനും പുറമേ നീതിമാനുമാണ്. ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അയാൾ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കരുത്. ഞാൻ പോകട്ടെ, അയാൾ ഇപ്പോൾ വരും. ക്ലോക്കിൽ നോക്കി ഭയത്തോടെ അയാൾ ഓടി മറഞ്ഞു. കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് ഹോംസ് പറഞ്ഞു, അപ്പോൾ മിസ്റ്റർ ഗിബ്സണ് നല്ലൊരു കുടുംബാന്തരീക്ഷമാണല്ലോ ഉള്ളത്. എന്തായാലും ഈ മുന്നറിയിപ്പ് പ്രയോജനപ്രദമാണ്. ഇനി അയാൾ വരുന്നത് നോക്കാം. കൃത്യം 11 മണിക്ക് ഗോവേണിയിൽ കനത്ത ചുവടുവയ്പ് കേട്ടു. ആ പ്രശസ്ത ധനികൻ മുറിയിലെത്തി. അയാളെ കണ്ടപ്പോൾ ആ മാനേജറുടെ ഭയവും വെറുപ്പും മാത്രമല്ല, നിരവധി വ്യവസായ പ്രതിരോധികൾ അയാളുടെ തലയിൽ ചൊരിഞ്ഞിട്ടുള്ള ശാപദ്വേഷങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള കഠോര മനസ്കനായ ഒരാളെ ആവിഷ്കരിക്കാൻ താല്പര്യമുള്ള ഒരു ശില്പിയായിരുന്നു ഞാനെങ്കിൽ തീർച്ചയായും മിസ്റ്റർ നീൽ ഗിബ്സണെ മാതൃകയാക്കുമായിരുന്നു. അയാളുടെ നീണ്ടു മെലിഞ്ഞ് പരുക്കനായ ആകൃതി പണക്കൊതിയും ദുരാഗ്രഹവും സൂചിപ്പിക്കുന്നു. ദുഷ്ടബുദ്ധിയായ ഒരു എബ്രഹാം ലിങ്കനെ സങ്കല്പിക്കാമെങ്കിൽ അയാളുടെ ഏതാണ്ടൊരു രൂപം കിട്ടും. അയാളുടെ മുഖം കരിങ്കല്ലാണ്. കടുത്തതും പരുക്കനും ക്രൂരവും ദുരനുഭവങ്ങളുടെ വരവീണതും. തണുപ്പൻ ചാരക്കണ്ണുകൾ. കൗശലത്തോടെ നോട്ടമയച്ച് അവ ഞങ്ങളെ മാറി മാറി ഒഴിഞ്ഞുവിട്ടു. ഹോംസ് എൻ്റെ പേര് പറഞ്ഞപ്പോൾ നിരുത്സാഹമായി വന്നിച്ചു. അനന്തരം എൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് കസേര നീക്കിയിട്ട് വലിപ്പത്തോടെ ഇരുന്നു. തുടക്കത്തിലെ പറയട്ടെ മിസ്റ്റർ ഹോംസ്, അയാൾ തുടങ്ങി, എനിക്കിതിൽ പണം ഒരു പ്രശ്നമല്ല. സത്യത്തിലേക്ക് വെളിച്ചം പകരുമെങ്കിൽ നിങ്ങൾക്ക് പണം കത്തിച്ചു കളയാം. ഈ സ്ത്രീ നിരപരാധിയാണ്. അവരെ രക്ഷിക്കണം. അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. തുക എത്ര വേണമെങ്കിലും പറയാം. എൻ്റെ ജോലിക്ക് കൃത്യമായി നിരക്കുണ്ട്, ഹോംസ് നിസ്സംഗമായി പറഞ്ഞു. ഞാനതിന് മാറ്റം വരുത്താറില്ല, പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോഴല്ലാതെ. പണം നിങ്ങൾക്ക് കാര്യമല്ലെങ്കിൽ ഇതുകൊണ്ട് കിട്ടാവുന്ന പ്രശസ്തിയുണ്ടല്ലോ. നിങ്ങളിത് വിജയകരമായി നടത്തിയാൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമുള്ള സർവ്വപത്രങ്ങളും പുകഴ്ത്തി പറയും. 2 ഭൂഖണ്ഡങ്ങളിലെ സംഭാഷണ വിഷയം നിങ്ങളായിരിക്കും. വളരെ ഉപകാരം മിസ്റ്റർ ഗിബ്സൺ. എനിക്ക് പ്രശസ്തിയുടെ ആവശ്യമൊന്നുമില്ല. അജ്ഞാതനായിരുന്ന് പണിയെടുക്കാനാണ് എനിക്കിഷ്ടമെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും. കേസിലെ പ്രശ്നമാണ് എന്നെ ആകർഷിക്കുന്നത്, പ്രശസ്തിയല്ല. നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട സംഗതികളൊക്കെ പത്രങ്ങളിൽ വന്നല്ലോ. താങ്കൾക്ക് സഹായകരമായ വേറെ പലതും പറയാൻ എനിക്കുണ്ടാകുമോ എന്നറിയില്ല. കൂടുതൽ വിശദമാക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരു കാര്യം അറിയാനുണ്ട്. എന്താണത്? താങ്കളും മിസ് ഡാൻബറുമായി യഥാർത്ഥത്തിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു? ആ സ്വർണ്ണരാജാവ് ക്രൂരഭാവത്തിൽ കസേരയിൽ നിന്ന് പകുതി പൊന്തി. ഉടനെ ശാന്തനാവുകയും ചെയ്തു. താങ്കൾക്ക് ചോദിക്കാൻ അവകാശമുള്ള കൃത്യനിർവഹണത്തിന് ആവശ്യമായ ചോദ്യമാണതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കങ്ങനെ വിശ്വസിക്കാം, ഹോംസ് പറഞ്ഞു. എങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, ഒരു തൊഴിലുടമയും ജോലിക്കാരിയും തമ്മിലുള്ള ബന്ധമേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. കുട്ടികളോടൊപ്പമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. ഹോംസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ കുറച്ച് തിരക്കുള്ള മനുഷ്യനാണ് മിസ്റ്റർ ഗിബ്സൺ, അദ്ദേഹം പറഞ്ഞു. നിഷ്പ്രയോജനകരമായ ഒരു സംഭാഷണത്തിൽ എനിക്ക് താല്പര്യമോ അതിന് സമയമോ ഇല്ല. ഗുഡ് ബൈ. ഞങ്ങളുടെ സന്ദർശകനും കസേരയിൽ നിന്ന് എഴുന്നേറ്റു.
അയാളുടെ തടിച്ച് അയഞ്ഞ രൂപം ഹോംസിൻ്റേതിലും ഉയർന്നു നിന്നു. അയാളുടെ എരിഞ്ഞു നിൽക്കുന്ന പുരികത്തിനിടയിൽ നിന്ന് രോഷാകുലമായ തിളക്കമുണ്ടായി. ഇളം മഞ്ഞ കവിളിൽ നിറം മാറ്റവും കാണപ്പെട്ടു. എന്ത് നാശമാണ് ഹോംസ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കേസ് ഒഴിവാക്കുകയാണോ? നിങ്ങളെയെങ്കിലും ഒഴിവാക്കുകയാണ്. എൻ്റെ വാക്കുകൾ വേണ്ടത്ര വ്യക്തമാണെന്ന് ഞാൻ കരുതി. വ്യക്തം തന്നെ. പക്ഷേ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? വില കൂട്ടുകയാണോ? അതോ പ്രശ്നത്തെ നേരിടാൻ ഭയമാണോ? അല്ലെങ്കിൽ മറ്റെന്താണ്? വ്യക്തമായ ഒരു മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, ഞാൻ പറയാം. ഇതൊരു കുഴഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ തെറ്റായി വിവരം കൂടി തന്നാലോ? ഞാൻ കള്ളം പറയുന്നു എന്നർത്ഥം. ഞാനത് വളരെ മയത്തിൽ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാം. ഞാൻ ചാടി എഴുന്നേറ്റു. കാരണം ആ കോടീശ്വരൻ്റെ മുഖം പൈശാചികമാവുകയും ചുരുട്ടിയ മുഷ്ടി ഉയർത്തപ്പെടുകയും ചെയ്തു. ഹോംസ് പുഞ്ചിരി തൂകി തൻ്റെ പൈപ്പിന് കൈനീട്ടുകയും ചെയ്തു. ബഹളമുണ്ടാക്കല്ലേ മിസ്റ്റർ ഗിബ്സൺ. പ്രാതലിന് ശേഷം ചെറിയൊരു വാഗ്വാദം പോലും അസ്വാസ്ഥ്യമുണ്ടാക്കും. രാവിലെയുള്ള ഒരു നടത്തവും ഏകാന്ത ചിന്തയും താങ്കൾക്ക് പ്രയോജനപ്പെട്ടേക്കും. ധനികൻ പ്രയാസപ്പെട്ട് തൻ്റെ കോപമടക്കി. ഒരു നിമിഷം കൊണ്ട് രോഷാഗ്നിയിൽ നിന്ന് തികഞ്ഞ നിസ്സംഗതയിലേക്ക് മാറാൻ കഴിഞ്ഞ അയാളെ അഭിനന്ദിക്കുക തന്നെ വേണം. ശരി, താങ്കൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. കേസ് നടത്തേണ്ടതെങ്ങനെയെന്ന് താങ്കൾക്കറിയാമല്ലോ. വേറെ തരത്തിൽ താങ്കളെക്കൊണ്ട് നടത്തിക്കാൻ എനിക്ക് കഴിയുമോ? പക്ഷെ താങ്കളുടെ ഇപ്പോഴത്തെ പ്രവൃത്തി ശരിയായില്ല മിസ്റ്റർ ഹോംസ്. താങ്കളെക്കാൾ ശക്തന്മാരെ ഞാൻ തകർത്തിട്ടുണ്ട്. എന്നോട് എതിരിട്ട യാതൊരാളും ഗുണം പിടിച്ചിട്ടില്ല. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഹോംസ് പറഞ്ഞു പുഞ്ചിരിയോടെ. ശരി മിസ്റ്റർ ഗിബ്സൺ, താങ്കൾ ഇനിയും പലതും പഠിക്കാനുണ്ട്. ഞങ്ങളുടെ സന്ദർശകൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഹോംസ് സീലിങ്ങിൽ നോക്കി പുക വലിച്ചുകൊണ്ടിരുന്നു. എന്തു തോന്നുന്നു വാട്സൺ? അദ്ദേഹം ചോദിച്ചു. ഏത് തടസ്സവും തട്ടി നീക്കുന്ന പ്രകൃതക്കാരനാണ് ഇയാളെന്ന് തോന്നുന്നു. ആ സ്ഥിതിക്ക് ഭാര്യ ഒരു പ്രതിബന്ധവും ഇഷ്ടമില്ലാത്ത അച്ചിയുമായപ്പോൾ ബേറ്റ്സ് പറഞ്ഞ പോലെ അതെ, അതാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ അയാളും മിസ് ഡൺബാറും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലായിരിക്കുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഷ്ക്. അയാളുടെ വികാരഭരിതവും അനൗപചാരികവുമായ കത്തും കൃത്രിമത്വം കലർന്ന പെരുമാറ്റവും താരതമ്യപ്പെടുത്തിയപ്പോൾ അത് സ്പഷ്ടമായി. മരിച്ച സ്ത്രീയോടല്ല, കുറ്റം ചുമത്തപ്പെട്ടവളോടാണ് അയാൾക്ക് സഹതാപവും താല്പര്യവും. ഈ 3 പേരും തമ്മിലുള്ള ബന്ധം ശരിക്കും മനസ്സിലാക്കിയാലേ സത്യം എന്താണെന്ന് ഊഹിക്കാൻ കഴിയും. എൻ്റെ നേരിട്ടുള്ള ആക്രമണവും അയാൾ അതിൽ ശോഭിക്കാതിരുന്നതും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതേ തുടർന്നുള്ള എൻ്റെ അഭിനയം സംശയമല്ല, ഉറപ്പ് തന്നെയാണ് അയാളുടെ കാര്യത്തിൽ എനിക്കുള്ളതെന്ന ധാരണയുണ്ടാക്കി. അയാൾ മടങ്ങി വന്നേക്കുമോ? എന്താ സംശയം? അയാൾ വന്നേ തീരൂ. സംഗതി അവിടെ നിർത്തിയിട്ട് അയാൾക്ക് പോകാൻ പറ്റില്ല. ബെല്ലടിച്ചതല്ലേ കേട്ടത്? അതെ, അയാളുടെ ചുവടുവയ്പ്പാണത്. മിസ്റ്റർ ഗിബ്സൺ, ഞാൻ ഡോക്ടർ വാട്സണോട് താങ്കൾ വരേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുകയായിരുന്നു. സ്വർണ്ണരാജാവ് പോയപ്പോഴത്തേതിലും നല്ല സ്വഭാവത്തോടെയാണ് തിരിച്ചു വന്നത്. അയാളുടെ മുറിപ്പെട്ട അഹങ്കാരം കണ്ണുകളിൽ പ്രകടമായിരുന്നു. പക്ഷെ തൻ്റെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണമെന്ന് അയാളുടെ സാമാന്യ ബുദ്ധി ഉപദേശിച്ചു. ഞാനതേപ്പറ്റി ആലോചിക്കുകയായിരുന്നു മിസ്റ്റർ ഹോംസ്. താങ്കളുടെ അഭിപ്രായങ്ങളെ ഞാൻ തിടുക്കത്തിൽ തെറ്റിദ്ധരിച്ചു. അന്വേഷണത്തിന് താങ്കൾ മുതിരേണ്ടത് തന്നെ. പക്ഷേ ഞാനും മിസ് ഡൺബാറുമായുള്ള ബന്ധം ഈ കേസിനെ ബാധിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അതെ, എങ്കിലും ഞാനങ്ങനെ ഊഹിക്കുന്നു. എല്ലാ ലക്ഷണങ്ങളും അറിഞ്ഞിട്ട് രോഗനിർണയം നടത്തുന്ന ഡോക്ടറെ പോലെയാണ് താങ്കൾ. അങ്ങനെ തന്നെ. നല്ലൊരു പ്രയോഗമാണത്. ഡോക്ടറെ ചതിക്കാൻ ഉദ്ദേശമുള്ള രോഗിയെ വസ്തുതകൾ മറച്ചുവെക്കൂ എന്ന് ഓർമ്മിക്കുമല്ലോ. അതങ്ങനെയാവാം. പക്ഷേ മിസ്റ്റർ ഹോംസ്, ഒരു സ്ത്രീയോടുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുമ്പോൾ നാണം കൊണ്ട് ചിലതൊക്കെ മറച്ചുവെക്കുക സ്വാഭാവികമല്ലേ? മിക്കവർക്കും മറ്റുള്ളവർ നോക്കാൻ ഇഷ്ടപ്പെടാത്ത രഹസ്യത്തിൻ്റെ ചില മൂലകൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഊഹം. താങ്കളാകട്ടെ അവിടം പെട്ടെന്ന് തുറക്കുന്നു. താങ്കളുടെ ലക്ഷ്യം അതിനെ ന്യായീകരിക്കുന്നു. അത് പരിശോധിച്ച് അവളെ രക്ഷിക്കുകയാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് ഇതാ രഹസ്യ അറകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് എന്തും നോക്കാം. താങ്കൾക്ക് എന്താണ് വേണ്ടത്? സത്യം മാത്രം. തൻ്റെ ചിന്തകളെ ക്രമീകരിക്കാൻ എന്ന പോലെ അയാൾ അല്പം നിന്നു. വര വീണതും ഭീഷണവുമായ മുഖം കുറെ കൂടി ആകുലവും ഭയാനകവുമായി. അവസാനം അയാൾ പറഞ്ഞു, ഞാനത് ചുരുക്കി പറയാം മിസ്റ്റർ ഹോംസ്. പറയാൻ പ്രയാസമുള്ളതും വേദനാജനകവുമായ ചില സംഗതികളുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളതിലേറെ വിശദമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രസീലിൽ സ്വർണ്ണവേട്ട നടത്തുമ്പോഴാണ് എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടിയത്. മനാവോസിലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകളായിരുന്നു മാരിയ പിൻറ്റോ. അതിസുന്ദരി. ഞാനന്ന് ചെറുപ്പമായിരുന്നു. ഉത്സാഹത്തള്ളിച്ചയുള്ള കാലം. രക്തത്തിൻ്റെ ചൂട് കുറഞ്ഞ ഇക്കാലത്ത് നിരൂപണ ബുദ്ധിയോടെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും അവളുടെ സൗന്ദര്യം അത്ഭുതകരമായി തോന്നുന്നു. അത് ഹാർദവും കൈമയും മറന്നതുമായ പ്രേമമായിരുന്നു. അമേരിക്കൻ സ്ത്രീകളുടേതിൽ നിന്ന് വ്യത്യസ്തമാം വിധം ആഴമേറിയതും വികാരവിവശവും അതിഘോഷണവുമായ പ്രേമം. ഞാൻ അവളെ പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തെന്ന് ചുരുക്കം.
വർഷങ്ങളോളം നീണ്ടുനിന്ന ഞങ്ങളുടെ റൊമാൻസ് അവസാനിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് പൊതുവായ ഒന്നുമില്ലെന്ന് ബോധ്യമായത്. എൻ്റെ സ്നേഹം ക്ഷയിച്ചു. അവളുടേതും ക്ഷയിച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. സ്ത്രീകളുടെ സ്വഭാവം എത്ര വിചിത്രമാണ്. ഞാൻ എന്ത് ചെയ്താലും അവൾ എന്നെ വിട്ടുമാറില്ല. ഞാൻ അവളോട് ക്രൂരമായി പെരുമാറിയെങ്കിൽ അത് അവളുടെ സ്നേഹം ഇല്ലാതാക്കാൻ അഥവാ എന്നോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് കാര്യങ്ങൾ എളുപ്പമാക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് മാറ്റം വന്നില്ല. 20 വർഷം മുമ്പ് ആമസോൺ നദീതീരത്ത് വെച്ച് എന്നെ കണ്ടതുപോലെയുള്ള അതേ സ്നേഹം തന്നെ അവൾ വീണ്ടും ആവർത്തിച്ചു. അപ്പോഴാണ് മിസ് ഗ്രേസ് ഡൺബാർ വന്നത്. ഞങ്ങളുടെ പരസ്യം കണ്ട് അപേക്ഷിച്ച് കുട്ടികളുടെ ഗൃഹാധ്യാപികയായി അവൾ വന്നു. പത്രങ്ങളിൽ അവളുടെ ചിത്രം താങ്കൾ കണ്ടിരിക്കും. അവളും അതിസുന്ദരിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വലിയൊരു സദാചാരിയായി നടിക്കുന്നില്ല. എൻ്റെ കെട്ടിടത്തിൽ താമസിക്കുകയും ദിവസവും ഇടപെടുകയും ചെയ്യുന്ന അവളോട് എനിക്ക് താല്പര്യം തോന്നിയത് അത്ഭുതമല്ല. താങ്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നു മിസ്റ്റർ ഹോംസ്. താല്പര്യം തോന്നിയതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അത് പ്രകടിപ്പിച്ചെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തും. കാരണം അവൾ ഒരർത്ഥത്തിൽ താങ്കളുടെ സംരക്ഷണയിലായിരുന്നു. ആയിരിക്കാം. പഴയ കോപത്തിൻ്റെ മിന്നലാട്ടം സൃഷ്ടിക്കാൻ ആ വാക്കുകൾ സഹായിച്ചെങ്കിലും അയാൾ തുടർന്നു. ഞാൻ എന്നേക്കാൾ നല്ലവനായി ഭാവിക്കുന്നില്ല. വേണമെങ്കിൽ തോന്നിയത് സമ്പാദിക്കാൻ എക്കാലത്തും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെയും അവളുടെ സ്നേഹത്തെയും വേണ്ടപ്പെട്ടതായി എനിക്ക് മറ്റൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഓ, നിങ്ങളങ്ങനെ പറഞ്ഞു. ഹോംസിൻ്റെ നോട്ടം ഉഗ്രമായിരുന്നു. കഴിയുമായിരുന്നെങ്കിൽ അവളെ ഞാൻ വിവാഹം ചെയ്യുമായിരുന്നുവെന്നും പക്ഷെ അതെൻ്റെ കഴിവിനപ്പുറത്താണെന്നും ഞാൻ അവളോട് പറഞ്ഞു. പണം ഒരു പ്രശ്നമല്ലെന്നും അവളെ സന്തുഷ്ടയാക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നും ഞാൻ പറഞ്ഞു. വലിയ മഹാമനസ്കത തന്നെ, ഹോംസ് പരിഹാസപൂർവ്വം പറഞ്ഞു. നോക്കൂ മിസ്റ്റർ ഹോംസ്, സദാചാര പ്രശ്നങ്ങളുമായല്ല, തെളിവ് നൽകാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങളുടെ നിരൂപണം എനിക്ക് ആവശ്യമില്ല. ആ ചെറുപ്പക്കാരിയുടെ നന്മ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കേസ് തൊടുന്നത് തന്നെ, ഹോംസ് നിർദ്ദയമായി പറഞ്ഞു. നിങ്ങൾ തുറന്ന് സമ്മതിച്ചതിനേക്കാൾ മോശമായ എന്തെങ്കിലും അവളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെയൊക്കെ ഏത് തോന്നിയാസത്തെയും പണം കൊടുത്ത് എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിക്കാനാവില്ലെന്ന് പണക്കാർ മനസ്സിലാക്കുക തന്നെ വേണം. അത്ഭുതമെന്ന് പറയട്ടെ, സ്വർണ്ണഖനിക്കാരൻ ഈ ശകാരം അക്ഷോഭ്യനായി കേട്ടു. അങ്ങനെ തന്നെയാണ് ഞാൻ അതേപ്പറ്റി ഇപ്പോൾ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ എൻ്റെ പദ്ധതി നടക്കാത്തതിന് ദൈവത്തിന് നന്ദി. അവൾ അതിൽ നിരപരാധിയാണ്. ഉടനെ വീട് വിട്ടു പോകാൻ അവൾ ആഗ്രഹിച്ചു. എന്നിട്ട് പോകാഞ്ഞതെന്ത്? ഒന്നാമതായി അവളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. വരുമാനമാർഗം ഉപേക്ഷിച്ച് അവരെ വിഷമിപ്പിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നില്ല. അവളെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തപ്പോൾ അവൾ തുടരാമെന്ന് സമ്മതിച്ചു. മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. എൻ്റെ മേൽ അവൾക്ക് അതിശക്തമായ സ്വാധീനമുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. അത് ഗുണകരമായി ഉപയോഗിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. എങ്ങനെ? എൻ്റെ ചില ഇടപാടുകളെപ്പറ്റി അവൾ മനസ്സിലാക്കി. സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വലിയ ഇടപാടുകളാണവ. സൃഷ്ടിക്കാനും സംഹരിക്കാനും എനിക്ക് കഴിയും. അധികവും സംഹാരം തന്നെ. വ്യക്തികളെ മാത്രമല്ല, സമുദായങ്ങൾ, നഗരങ്ങൾ, രാഷ്ട്രങ്ങൾ പോലും. ബിസിനസ് ഒരു തീക്കളിയാണ്. അതിൽ ദുർബലൻ തകരുന്നു. ഞാൻ പതറാതെ നിന്ന് പയറ്റി. എനിക്ക് കരഞ്ഞ് പരാതിപ്പെടേണ്ടി വന്നില്ല. എതിരാളിക്ക് അത് വേണ്ടി വന്നാൽ ഞാൻ ഗൗനിക്കാറുമില്ല. എന്നാൽ അവളുടെ സമീപനം വ്യത്യസ്തമായിരുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അനേകായിരങ്ങളെ പൊറുതി മുട്ടിച്ചിട്ട് ഒരുവൻ വേണ്ടതിലേറെ വാരിക്കൂട്ടുന്നത് തെറ്റാണെന്ന് അവൾ അഭിപ്രായപ്പെട്ടു. അവൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എൻ്റെ കൃത്യങ്ങളെ സ്വാധീനിക്കുക വഴി ലോകത്തെ സേവിക്കാമെന്നും അവൾ മനസ്സിലാക്കി. അങ്ങനെ അവൾ തുടരാമെന്ന് വെച്ചു. അപ്പോഴാണ് ഇതൊക്കെ. ഇതേപ്പറ്റി കൂടുതൽ പറയാൻ കഴിയുമോ? കൈകളിൽ തലയും വെച്ച് അഗാധ ചിന്തയിൽ മുഴുകി അല്പസമയം ഇരുന്നിട്ട് അയാൾ പറഞ്ഞു. അവൾക്കെതിരായ സംഗതിയാണത്. ഞാൻ നിഷേധിക്കുന്നില്ല. പുരുഷന്മാർക്ക് മനസ്സിലാകാത്ത തരത്തിലായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾ പ്രവർത്തിക്കുക. അവർക്കൊരു ആന്തരിക ജീവിതമുണ്ട്. എനിക്കാദ്യം ഒരു പിടിയും കിട്ടിയില്ല. അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്ന് പെട്ടെന്ന് വല്ലതും പ്രവർത്തിച്ചു പോയോ എന്ന് സംശയിച്ചു. എനിക്ക് തോന്നുന്ന ഒരു വിശദീകരണം ഇതാണ്. എൻ്റെ ഭാര്യയ്ക്ക് വളരെ അസൂയ ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. ശരീരത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഭ്രാന്തമായ അസൂയ മാനസികമായും ഉണ്ടാകാം. ആദ്യത്തേതിന് എൻ്റെ ഭാര്യയ്ക്ക് കാരണമുണ്ടായിരുന്നില്ല. അവൾക്കത് ബോധ്യമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഈ ഇംഗ്ലീഷുകാരി എൻ്റെ ആശയങ്ങളെയും കൃത്യങ്ങളെയും സ്വാധീനിച്ചിരുന്നത് അവൾക്ക് ദുസ്സഹമായിരുന്നിരിക്കണം. നല്ല സ്വാധീനമാണെങ്കിൽ പോലും തനിക്ക് സാധിക്കാത്ത ഒന്ന് ഇവൾക്ക് സാധിച്ചതിൽ അവൾ അസൂയയും വെറുപ്പും കൊണ്ട് ജ്വലിച്ചിരിക്കണം. ആമസോണിൻ്റെ ചൂട് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. മിസ് ഡൺബാറിനെ കൊല്ലാൻ അവൾ പ്ലാൻ ചെയ്തു കാണും. അല്ലെങ്കിൽ തോക്ക് കാണിച്ച് ഭയപ്പെടുത്തി ഓടിക്കാൻ ചെന്നിരിക്കാം. അങ്ങനെ ഉന്തും തള്ളുമായപ്പോൾ തോക്ക് പിടിച്ചിരുന്ന ആളിനെ തന്നെ വെടിയേൽക്കുകയും ചെയ്തിരിക്കാം. ആ സാധ്യത എനിക്ക് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. മനഃപൂർവ്വമായ കൊലയല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. പക്ഷേ അവളത് പൂർണ്ണമായി നിഷേധിക്കുന്നു. അതുകൊണ്ടായില്ലല്ലോ.
അത്തരമൊരു സാഹചര്യത്തിൽ അകപ്പെട്ട ഒരുവൾ സമചിത്തതയില്ലാതെ പേടിച്ച് തോക്കുമായി ഓടിച്ചെന്ന് തൻ്റെ വസ്ത്രങ്ങളുടെ അടിയിലേക്ക് തന്നെ അത് എറിയുകയും പിന്നീട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ പൂർണ്ണമായി നിഷേധിക്കുകയും അസ്വാഭാവികമല്ല. അങ്ങനെ സങ്കല്പിക്കാൻ എന്താ വിരോധം? മിസ് ഡൺബാർ തന്നെ. അത് ശരി. ഹോംസ് തൻ്റെ വാച്ചിൽ നോക്കി. നമുക്കിന്ന് രാവിലെ തന്നെ പെർമിറ്റ് വാങ്ങി വൈകിട്ടത്തെ ട്രെയിനിൽ വിഞ്ചസ്റ്ററിലേക്ക് പോകാൻ കഴിയും. ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വല്ലതും ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷേ എൻ്റെ നിഗമനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല. പെർമിറ്റിന് കാലതാമസം നേരിട്ടു. അതുകൊണ്ട് വിഞ്ചസ്റ്ററിലേക്ക് പോകുന്നതിന് പകരം അന്ന് ഗിബ്സന്റെ ഹാംഷെയർ എസ്റ്റേറ്റിലെ തോർ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. അയാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇതേപ്പറ്റി പ്രാഥമിക അന്വേഷണം നടത്തിയ പ്രാദേശിക പോലീസിലെ സർജൻറ്റ് കൊവൈൻറ്റിയുടെ അഡ്രസ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ നീണ്ടും മെലിഞ്ഞു വിളറിയ ഒരു മനുഷ്യനായിരുന്നു. താൻ പറയുന്നതിലേറെ അറിയുന്നതായോ സംശയിക്കുന്നതായോ സൂചിപ്പിക്കുന്ന ഒരു നിഗൂഢ സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഏതോ പ്രധാനപ്പെട്ട കാര്യം പറയുന്നു എന്ന ഭാവത്തിൽ ശബ്ദം പിറുപിറുക്കലായി നേർപ്പിച്ചു കളയുന്ന ഒരു വിദ്യയും അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ പറയുന്നത് സാധാരണ കാര്യമായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും അന്തസ്സുള്ള ഒരു മാന്യനാണ് അയാളെന്ന് തെളിഞ്ഞു. തനിക്ക് പിടിയില്ലാത്തത് തുറന്ന് സമ്മതിക്കാനും എന്ത് സഹായം ചെയ്യാനും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. എനിക്ക് സ്കോട്ട്ലൻഡ് യാർഡിനേക്കാൾ ഇഷ്ടം നിങ്ങളെയാണ് മിസ്റ്റർ ഹോംസ്, അയാൾ പറഞ്ഞു. ഒരു കേസിൽ യാർഡ് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രാദേശിക പോലീസിന് വിജയത്തിന് ക്രെഡിറ്റ് നഷ്ടപ്പെടുകയും ചിലപ്പോൾ പരാജയത്തിന് ചീത്ത കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ അങ്ങനെയല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിതിൽ രംഗത്ത് വരുന്നേയില്ല, അയാൾക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഞാനിത് തെളിയിച്ചാൽ എൻ്റെ പേര് പോലും പറയണമെന്നില്ല. വളരെ ഉപകാരം സാർ. പിന്നെ അങ്ങയുടെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. സംഭവ സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു രഹസ്യം ചോദിക്കട്ടെ? അങ്ങയോടല്ലാതെ ആരോടും ഞാനിത് മിണ്ടുകയില്ല. അയാൾക്ക് പറയാൻ ഭയമുള്ളതുപോലെ ചുറ്റും നോക്കി. മിസ്റ്റർ നീൽ ഗിബ്സണ് ഇതിൽ കേസ് ഉണ്ടാവില്ലേ സാർ? ഞാനത് ആലോചിക്കുകയായിരുന്നു. മിസ് ഡൺബാറിനെ താങ്കൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാ തരത്തിലും വളരെ നല്ലൊരു സ്ത്രീ. ഭാര്യ ഒഴിവായി കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾ തീർച്ചയായും ആഗ്രഹിച്ചു കാണും. ഈ അമേരിക്കക്കാരാണെങ്കിൽ നമ്മളെക്കാൾ കൈത്തോക്കുമായി നടക്കുന്നവരാണ് താൻ. അത് അയാളുടെ കൈത്തോക്കായിരുന്നു, അറിഞ്ഞിരിക്കുമല്ലോ. അത് തിരിച്ചറിഞ്ഞു. സർ, അയാൾക്കുണ്ടായിരുന്ന ഒരു ജോഡിയിലൊന്നാണത്. ജോഡിയിലൊന്നോ? അപ്പോൾ മറ്റേതെവിടെ? അയാൾക്ക് പലതരം തോക്കുകളുണ്ട്. ആ പ്രത്യേക തോക്കിൻ്റെ എണ്ണ ഏതാണെന്ന് ഞങ്ങൾ നോക്കിയില്ല. പക്ഷേ അതിൻ്റെ കൂടെ 2 എണ്ണത്തിൻ്റേതായിരുന്നു. ഒരു ജോഡിയിലേതാണ് ആ കൈത്തോക്കെങ്കിൽ നിങ്ങൾക്കതിൻ്റെ എണ്ണ കണ്ടുപിടിക്കാൻ കഴിയും. ഞങ്ങളതെല്ലാം ആ വീട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ നോക്കാം. അത് പിന്നെയെങ്ങാനുമാകാം. നമുക്കിപ്പോൾ ആ സ്ഥലം പോയെന്ന് നോക്കാം. സ്ഥലത്തെ പോലീസ് സ്റ്റേഷനും സർജൻറ്റ് കവൈൻറ്റിയുടെ കോട്ടേജുമായ ചെറിയ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ മുറിയിൽ വെച്ചാണ് ഈ സംഭാഷണം നടന്നത്. അവിടെ നിന്നും വെളിപ്പറമ്പിലൂടെ ഏകദേശം 1/2 മൈൽ നടന്നാൽ തോർ പ്ലേസ് എസ്റ്റേറ്റിൻ്റെ സൈഡ് ഗേറ്റായി. അകത്തുള്ള വഴിയിലൂടെ ചെന്നപ്പോൾ പരന്നു കിടക്കുന്നതും ധാരാളം മരപ്പണിയുള്ളതും പകുതി ട്യൂഡർ മാതൃകയിലും പകുതി ജോർജിയനുമായ വീട് മലമുകളിൽ കാണപ്പെട്ടു. ഞങ്ങളുടെ ഒരു വശത്ത് നീണ്ട ഒരു കുളമുണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് ഇടുങ്ങിയ ഭാഗത്തുള്ള കൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നു. പാലത്തിൻ്റെ ഇരുവശത്തും ചെറിയ തടാകങ്ങൾ പോലെയുണ്ട്. ഈ പാലത്തിന് മുമ്പിലായി നിന്നിട്ട് ഞങ്ങളുടെ മാർഗദർശി നിലത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെയാണ് മിസ്സിസ് ഗിബ്സന്റെ ശവം കിടന്നത്. ആ കല്ലാണ് അതിൻ്റെ അടയാളം. ശവം നീക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു. അവരെനിക്ക് ഉടനെ ആളയച്ചിരുന്നു. ആരാണ് അയച്ചത്? മിസ്റ്റർ ഗിബ്സൺ തന്നെ. അലാറം കേട്ട് മറ്റുള്ളവരോടൊപ്പം പാഞ്ഞെത്തിയ അയാൾ പോലീസ് വരാതെ യാതൊന്നും മാറ്റരുതെന്ന് നിർദ്ദേശിച്ചു. അത് ബുദ്ധിപൂർവമായി. പത്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അടുത്തെങ്ങോ നിന്ന് വെടിവെച്ചതായിട്ടാണല്ലോ. അതെ സർ, വളരെ അടുത്തു നിന്നാണ്. വലതുവശത്തെ ദേവാലയത്തിനടുത്ത് നിന്നാണോ? അതിൻ്റെ പുറകിൽ നിന്നാണോ സാർ? ശരീരം കിടന്നതെങ്ങനെയായിരുന്നു? മലർന്നടിച്ച്. ഏറ്റുമുട്ടലിൻ്റെ ലക്ഷണമേ ഇല്ലായിരുന്നു. മുറിവോ ആയുധമോ ഇല്ല. മിസ് ഡൺബാറിൻ്റെ ചെറിയ കുറിപ്പ് ഇടത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചിരുന്നുവെന്നോ പറയുന്നത്? അതെ സാർ, വിരൽ നിവർത്താൻ വളരെ പ്രയാസമായിരുന്നു. അത് തികച്ചും പ്രധാനമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും കള്ളത്തെളിവുണ്ടാക്കാൻ ആ കുറിപ്പ് വെച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ, എത്ര ചെറിയ കുറിപ്പ്! ഞാൻ ഓർക്കുന്നു. ഞാൻ 9 മണിക്ക് തോർപാലത്തിന്മേൽ കാണും. മിസ് ജി ഡൺബാർ. അങ്ങനെയല്ലായിരുന്നോ? അതെ സാർ. മിസ് ഡൺബാർ അങ്ങനെ എഴുതിയെന്ന് സമ്മതിച്ചോ? സർ. അവളുടെ വിശദീകരണം എന്തായിരുന്നു? അവളുടെ വിശദീകരണം എസിസ് കോടതിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മിണ്ടുകയില്ല. വളരെ രസകരമായ പ്രശ്നമാണ് എഴുത്തിൽ പറയുന്നത്. അവ്യക്തമാണ് അല്ലേ? സർ, ഞാനങ്ങനെ പറയുന്നത് ശരിയാണെങ്കിൽ ഈ കേസിൽ ആകെ വ്യക്തമായ കാര്യം കത്തിൻ്റേതാണെന്ന് വിചാരിച്ചിരുന്നു. ഹോംസ് തലയാട്ടി. ആ എഴുത്ത് ശരിക്കുള്ളതാണെങ്കിൽ 1-2 മണിക്കൂർ മുമ്പ് കിട്ടിയിരിക്കണം. അത് ഈ സ്ത്രീ കയ്യിൽ സൂക്ഷിച്ചു പിടിച്ചിരുന്നത് എന്തിനാണ്?
അവർ തമ്മിൽ കാണുമ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശ്രദ്ധേയമായി തോന്നില്ലേ? ശരി സാർ, അങ്ങനെയാകാമെന്ന് തോന്നുന്നു. ഞാൻ അല്പനേരം സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. പാലത്തിൻ്റെ കൽപ്പടിയിൽ ഹോംസ് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ചോരക്കണ്ണുകൾ 4 ഭാഗത്തേക്ക് ചോദ്യം കലർന്ന നോട്ടം തൊടുത്തുവിട്ടു. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് എതിർവശത്തെ പാരപ്പറ്റിലേക്ക് ചെന്നു. പോക്കറ്റിൽ നിന്ന് ലെൻസ് എടുത്ത് കൽപ്പണി പരിശോധിക്കാൻ തുടങ്ങി. ഇത് വിചിത്രമാണല്ലോ, അദ്ദേഹം പറഞ്ഞു. അതെ സാർ, പാരപ്പറ്റിൽ ഒരു കഷ്ണം പൊട്ടിപ്പോയത് ഞങ്ങളും കണ്ടു. വഴിയാത്രക്കാർ വല്ലവരും ചെയ്തതായിരിക്കും. കൽപ്പണി ചാരനിറത്തിലായിരുന്നു. എന്നാൽ ഈ ചെറിയ പൊട്ടലുള്ള ഭാഗം വെളുത്തിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശക്തിയായ ഒരു തട്ടുകൊണ്ട് ഉപരിതലം പൊട്ടിയതാണെന്ന് സ്പഷ്ടമായി. അങ്ങനെ വരണമെങ്കിൽ കുറച്ചൊരു ബലാത്കാരം വേണം, ഹോംസ് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് അദ്ദേഹം പാരപ്പറ്റിൽ പല പ്രാവശ്യം അടിച്ചു. പക്ഷേ അടയാളമൊന്നും വീണില്ല. അതെ, അതൊരു ശക്തിയായ അടിയായിരിക്കണം. വിചിത്രമായ സ്ഥാനത്തും. അത് മുകളിൽ നിന്നല്ല, താഴെ നിന്നാണ്. പാരപ്പറ്റിൻ്റെ അടിയിലെ വക്കിനാണല്ലോ പറ്റിയിരിക്കുന്നത്. പക്ഷേ ശരീരം കിടന്നിടത്ത് നിന്ന് 15 അടിയെങ്കിലും ദൂരെയാണത്. അതെ, 15 അടി ദൂരമുണ്ട്. ഇതും സംഭവവുമായി ബന്ധമുണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ ഇവിടെ നോക്കാൻ കാര്യമായിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. കാൽപ്പാടുകളില്ലായിരുന്നെന്നല്ലേ പറഞ്ഞത്? ഇരുമ്പ് പോലെ ഉറച്ചതായിരുന്നു സാർ. കാൽപ്പാട് തീരെ കാണാനില്ലായിരുന്നു. എന്നാൽ നമുക്ക് പോകാം. നമുക്ക് ആ വീട്ടിൽ പോയി നിങ്ങൾ പറഞ്ഞ ആയുധങ്ങളൊക്കെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് വിഞ്ചെസ്റ്ററിലേക്ക് പോകാം. മിസ് ഡൺബാറിനെ കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ.